ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു വീഴ്ത്തിയത്? അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെ പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ. തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം. അല്ല, ആരിത്? ജോമിയോ? വാ വാ, കയറിയിരിക്കും. ഉണ്ടല്ലോ. അലക്സേ, മോനെ അലക്സേ, ഇതാരാ വന്നേന്ന് നോക്കിയേ. വേണ്ട അങ്കിൾ, അവനെ വിളിക്കണ്ട. സത്യത്തിൽ ഞാൻ അവനെ കാണാനല്ല വന്നത്, അങ്കിളിനെ കാണാനാണ്. ആണോ? എന്നാ വാ, വന്ന കാലിരിങ്ങനെ പുറത്തു നിൽക്കാതെ മോൾ അകത്തേക്ക് കയറിയിരിക്കും. എന്താ മോളെ പ്രശ്നം? മുത്തശ്ശൻ അറിയില്ലേ അലക്സിന്റെ വയലിൻ വായനയെ കുറിച്ച്? ഓ, അവൻ വയലിൻ വായനയിൽ മിടുക്കനാണല്ലോ. എന്തു പറ്റി? സ്കൂളിലെ ഇത്തവണത്തെ വയലിൻ കോമ്പറ്റീഷനിൽ അവൻ പങ്കെടുക്കുന്നില്ല പോലും. അതെന്തു പറ്റി? അറിയില്ല അങ്കിൾ. അങ്കിൾ ഒന്ന് അവനോട് സംസാരിക്കണം. അവൻ പങ്കെടുത്താൽ അവന് ഫസ്റ്റ് ഉറപ്പാണ്. വാ, നമുക്ക് ഇപ്പോൾ തന്നെ അവനോട് സംസാരിക്കാം. അലക്സൂട്ടാ, ഇവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ ഇത്തവണ വയലിൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലേ? എനിക്കതിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ. നീ ഇതിനു വേണ്ടിയല്ലേടാ ഒരു മാസം മുടങ്ങാതെ വയലിൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തത്. നന്നായി വായിക്കുന്നുമുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് പറ്റി? നിന്നേക്കാൾ നന്നായി വായിക്കുന്ന വേറെ ആരും തന്നെ കൂടിയില്ല എന്നാണ് ജോമിയ പറഞ്ഞത്. അതെ അലക്സ്, നീ എന്തായാലും പങ്കെടുക്കണം. നിനക്ക് ഫസ്റ്റ് ഉറപ്പാണ്. എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലേ? താങ്ക് യു അലക്സ്.
വെറും വയറ്റിൽ പുളു അടിക്കാതെ ടോമി. പുളു അടിച്ചതല്ല, വേണേലും മുന്തിരിക്കുട്ടനോട് ചോദിച്ചു നോക്ക്. സത്യമാണ്, ഇവനാണ് അറിയാതെ കാൽവൈദ്യ കുളത്തിൽ വീണ എന്നെ ഒരു കയറിൽ കരക്കി പിടിച്ച് കയറ്റിയത്. നുണ, രണ്ടാളും കണക്കാ. ചക്കിക്കൊത്ത ചങ്കരന്മാർ. ഒരു ബക്കറ്റ് വെള്ളം മര്യാദയ്ക്ക് പൊക്കാൻ പറ്റാത്ത ടോമിയാണ് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് കയറി വലിച്ച് കരക്കി കയറ്റിയെന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മക്കളെ. നിങ്ങൾ എന്താണ് ടോമി പറയുന്നത് വിശ്വസിക്കാത്തത്? മുങ്ങിത്താന്നു പോയ തന്റെ കൂട്ടുകാരനെ രക്ഷിച്ച ടോമിയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അങ്കിലും ഇവരുടെ നുണക്കഥ വിശ്വസിച്ചോ? അവർ പറഞ്ഞത് എവിടെയാണെന്നൂടാ? ടോമിക്ക് എങ്ങനെയാണ് മുന്തിരിക്കുട്ടനെ രക്ഷിക്കാനുള്ള ശക്തി കിട്ടിയത് എന്നല്ലേ നിങ്ങളുടെ സംശയം? ആ സമയം നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ടോമിക്ക് സഹായത്തിനായി ആരെയെങ്കിലും കിട്ടിയിരുന്നോ? ഞാൻ നോക്കിയിരുന്നു, പക്ഷെ ആരെയും കണ്ടില്ല. യെസ്, അതുകൊണ്ട് തന്നെ അവന് മാത്രമേ മുന്തിരിക്കുട്ടനെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ബോധം അവന് വന്നു. അവൻ അത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അവനിൽ തന്നെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവന് മുന്തിരിക്കുട്ടനെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. നമ്മൾ നമ്മളെയാണ് എന്ത് കാര്യത്തിലും ആദ്യം വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ടോമി നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. സോറി ടോമി, ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിയില്ല. നീ ഒരു ഹീറോ തന്നെ. യെസ്, സൂപ്പർ ഹീറോ ടോമി. ജോമി, ജോമി, ഇവിടെ വന്നേ. എന്താ ഡാഡി വിളിച്ചത്? നീ പപ്പയുടെ മൊബൈലിൽ ടോക്ക് ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളിപ്പോ ടോക്ക് ടോക്കിലെ സ്റ്റാർ അല്ലേ? ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ മോളെ? സോറി ഡാഡി. ഡാഡി എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. ഹേയ്, സോറി ഒന്നും പറയണ്ട. നിന്റെ കഴിവുകൾ പുറത്തേക്ക് കാണിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതെന്താണെങ്കിലും ഡാഡിയോടും മമ്മിയോടും പറയണം. പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഓക്കെ? എവിടെ വീഡിയോസ് ഒക്കെ ഡാഡി ഒന്ന് കാണട്ടെ. ശരിക്കും കാണണോ? എന്നാൽ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഒന്ന് ഓണാക്കിയേ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ. ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് കാണിച്ചു തരാം എത്ര ലൈക്കും കമന്റും ആണ് കിട്ടിയതെന്ന്. എഡിറ്റും ചെയ്തു, അപ്ലോഡും ചെയ്തു. ഇനി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ 500+ വ്യൂസ് ആയി. ഇനിയൊരു 10 മിനിറ്റിനുള്ളിൽ 1K+ ആകും. കൊള്ളാലോ. വെൽ ഡൺ മൈ ഗേൾ. ജോമി, നീ ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയായെന്ന് അറിയോ? വേഗം പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി. സ്കൂളിൽ പോകാനുള്ളതല്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാവാം. ജോമി, മൊബൈൽ തന്നേ. ഡാഡിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഒരു മിനിറ്റ് ഡാഡി, പ്ലീസ്. ഇപ്പൊ തരാം. നിന്റെ ടോക്ക് ടോക്കിലുള്ള കളി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. വേഗം എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. എന്ത് പറ്റി ജോമി? എന്താ ഒരു സങ്കടം? എനിക്ക് ടോക്ക് ടോക്കിൽ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ അത്രയും വ്യൂസ് ഇപ്പോൾ ഇടുന്ന വീഡിയോക്ക് കിട്ടുന്നില്ല. ലൈക്കും കുറവാ. അതെന്താ? അത് നീ കഥയും പാട്ടും കവിതയും മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാ.
എന്നെ കണ്ടുപഠിക്കി. ഞാൻ ഫിലിം റിവ്യൂസും ട്രോൾ വീഡിയോസും ചെയ്തല്ലേ ഒറ്റയടിക്ക് 2 മില്യൺ വ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ത് 2 മില്യൺ വ്യൂസോ? ജോമിയ, ടോമി, സ്റ്റാൻഡ് അപ്പ്. സംസാരമൊക്കെ പുറത്ത്. സംസാരിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, മനസ്സിലായോ? സോറി മിസ്. ജോമി എവിടെ? അവിടെ റൂമിൽ മൊബൈലും പിടിച്ചിരിപ്പുണ്ട്. ഞാൻ എത്ര നേരമായിന്നറിയോ വിളിക്കുന്നു. കഴിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ഇന്ന് അവളുടെ ടീച്ചർ വിളിച്ചിരുന്നു. ക്ലാസ്സിൽ നിന്ന് അവളെയും ടോമിയെയും പുറത്താക്കിയെന്ന്. എന്തിന്? അവളും ടോമിയും കൂടി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ലൈക്സിനെയും ഷെയറിനെയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നെന്ന്. ആഹാ, വന്നു വന്ന് ക്ലാസ്സിലും ശ്രദ്ധിക്കാതെ ആയോ? എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും, പല വട്ടം. മതി, എല്ലാം ഇതോടെ നിർത്തിക്കോണം. ആദ്യം പഠിത്തം. എനിക്കറിയാം നീ കഴിവുള്ള കുട്ടിയാണെന്ന്. പക്ഷേ അത് വെറും ലൈക്കിന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെയായാൽ നിനക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ഇല്ലാതെ ഞാൻ എങ്ങനെ എന്റെ കഴിവുകൾ പുറത്തെടുക്കും? നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിന്റെ കഴിവുകൾ പുറത്തെടുക്കാനാണ് സ്കൂളിൽ ആനുവൽ ഡേ പോലുള്ള പ്രോഗ്രാംസ് വെക്കുന്നത്. അതിൽ പങ്കെടുത്ത് വിജയിക്കുക. അതിൽ നിനക്ക് റിയൽ ഓഡിയൻസിനെയും ഫോളോവേഴ്സിനെയും കിട്ടും. അത് മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത്. ഐ ആം സോ സോറി ഡാഡി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി.